വരണം. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും നഷ്ടമാകുന്നില്ല. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നില്ല. ഒരാൾ തീരുമാനമെടുക്കും, അതവിടെ നടപ്പാക്കും. അരുത്. ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ എല്ലാ പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ഈ ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെ അനുസ്മരിപ്പിക്കത്തക്ക വിധമാണ് ഇന്ന് വചനം നമുക്ക് നൽകിയിരിക്കുക. യോസേഫ് പിതാവ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ഒരിക്കലും പെട്ടെന്നുണ്ടാകുമെന്ന് കരുതാതിരുന്ന തങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്നുള്ള അഗസ്റ്റ സീസറിന്റെ വിളംബരത്തെ പ്രതി യൂദയായിലെ ബെത്ലഹേമിലേക്ക് വളരെ ദുർഘടം പിടിച്ച ഒരു സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന മറിയത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രാപ്യമായ ഒരു കാര്യമല്ല. വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം പ്രാർത്ഥിക്കണം. ലഭിക്കുന്ന സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ആയിരിക്കുന്നിടത്ത് തന്നെ ശ്രദ്ധാപൂർവം വിശ്രമ ജീവിതത്തിലൂടെ തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കരുതണമെന്നുള്ളതൊക്കെ ഒരു സാധാരണ ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മ ചിന്തിക്കും. അതിനുവേണ്ടി ക്രമീകരണങ്ങൾ നടത്തും. അതിനുവേണ്ടി ബന്ധുമിത്രാദികൾ, മാതാപിതാക്കളൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണല്ലോ നാട്ടുനടപ്പനുസരിച്ച് നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞ് ജനിക്കുവാനായിട്ട് പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കുക. ഇവിടെ ഇതാ പ്രിയപ്പെട്ട മറിയത്തിൻ്റെ ജീവിതവും യോസേഫിൻ്റെ ജീവിതവും ഒരു തിക്താനുഭവത്തിലേക്ക് കടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ അസാധ്യമായി തോന്നുന്ന സാഹചര്യത്തെ സാധ്യമാക്കാൻ വേണ്ടി ഒരു പ്രത്യേക മാനസികമായ ഒരു പരിവർത്തനത്തിലേക്ക് ഇവർ രണ്ടുപേരും വഴങ്ങിക്കൊടുക്കേണ്ട ഒരു ക്രമീകരണം ഉണ്ടാവുകയും, നമ്മൾ പലപ്പോഴും അതിന് പറയുന്ന വാക്കുകളാണ് നിമിത്തമാവുക. ചിലത് കയ്യിൽ നിന്ന് പോകുമ്പോൾ ചിലത് വന്ന് കയറും. ചിലത് സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ല തുടക്കം സംഭവിക്കുന്നു. ഇപ്രകാരമുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ സംഭവബഹുലങ്ങളായ കാര്യങ്ങൾ നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ നടക്കുമ്പോൾ അത് എന്തായാലും നന്നായി, അങ്ങനെ ചെയ്തതുകൊണ്ട്, അവർ വന്നതുകൊണ്ട്, നമുക്കിത് ചെയ്യാൻ സാധിച്ചതുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ ഭംഗിവാക്കുകളായി ഉപയോഗിക്കുകയും അതൊരു നിമിത്തമായി എന്ന് പറയുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ അഗസ്റ്റ സീസറുടെ കാലത്തുണ്ടായ ആ വിളംബരം ദുസ്സഹമായ ഒരു കാര്യമാണ്. തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ വളരെയധികം സ്വാധീനിക്കുമെന്ന് കാണുന്ന ഈ പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവും അതിനോട് പ്രത്യുത്തരിച്ച വിധമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് അനുഗ്രഹം ഒഴുകേണ്ട പടവുകൾ. അവർ രണ്ടുപേരും കരങ്ങൾ കൂപ്പി ദൈവത്തെ വിളിച്ചുകൊണ്ട് ആ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതിന് തങ്ങളെ തന്നെ ഒരുക്കി ദൈവസമക്ഷം അവരെ സമർപ്പിച്ചു. യഹോവയെ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരുങ്ങി തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായിട്ട് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ആ വലിയ വിശ്വാസത്തിൻ്റെ ആ ഉറച്ച ബോധ്യവും ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ ആ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. യാത്ര ദുസ്സഹമാണ്. വെയിൽ കൊള്ളണം, മഞ്ഞുണ്ടാകും, വളരെ ദുർഘടമായ മണലാരണ്യത്തിലൂടെ അടുത്ത് താണ്ടിയുള്ള വഴി വളരെ ബുദ്ധിമുട്ടേറിയതാണ്. എന്നാലും അവർ മുന്നോട്ട് പോവുകയാണ്. എത്തിച്ചേരേണ്ടത് യൂദയായിലെ ബെത്ലഹേമിലാണ്. യൂദയായിലെ ബെത്ലഹേം എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ തന്നെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നു, രക്ഷകൻ ജനിക്കും, എമ്മാനുവേൽ വരും, ദൈവം നമ്മോട് കൂടെ എന്നുള്ള വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം അതിന് സാക്ഷിയാകുമെന്ന് യെശയ്യാ പ്രവാചകൻ തുടങ്ങി മിക്ക പ്രവാചകൻ ഈ അനേകം പ്രവചനങ്ങൾ നമുക്ക് കാണിച്ചു തരാനുണ്ട്. യൂദയായിലെ ബെത്ലഹേമേ ഈ മറ്റു നഗരങ്ങൾ ഒട്ടും താഴെയില്ല. മിക്ക പ്രവാചകന്റെ പുസ്തകം നമ്മുടെ 5-ാമത്തെ തിരുവചനം. അത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരമുള്ള ശ്രദ്ധ മറന്നു പോകരുത്. ഒരുപാട് പ്രവചനങ്ങളുണ്ട്, രക്ഷകൻ വരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ യോസേഫ് പിതാവിനോടൊപ്പം ആ ദൈർഘ്യമുള്ള ദുഃഖാവസ്ഥയെ കടന്നു വന്നപ്പോൾ രക്ഷകൻ ജനിക്കുകയാണ്, സമാധാനം വരികയാണ്. കുടുംബ പശ്ചാത്തലത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, അനുരഞ്ജനത്തിൻ്റെ, പങ്കുവെപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നിടത്താണ് സമാധാനം ഉണ്ടാവുക. ദമ്പതികൾ ഒരുമിച്ച് ദൈവത്തെ വിളിച്ചുകൊണ്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശുഭകരമായിരിക്കും.
ദമ്പതികൾ ഒരുമിച്ച് എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സ്പർശനമുണ്ടാകും. ഐക്യത്തിന്റെ വലിയ തേൻ അരുവി ഒഴുകുന്ന അനുഭവം ഉണ്ടാകും. അവർക്ക് കുടുംബജീവിതത്തിൽ ഉയർച്ചയും സമാധാനവും അതിലുപരി സന്താനപുഷ്ടിയും ഉണ്ടാകും. ആ സന്താനപുഷ്ടി അത് പ്രകാശപൂരിതമായ മലമേൽ ഉയർത്തപ്പെട്ട ഗോപുരം പോലെ, അല്ലെങ്കിൽ ഭവനം പോലെ, അല്ലെങ്കിൽ പീഠത്തിൽ വയ്ക്കപ്പെട്ട വിളക്ക് പോലെ ശോഭിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും മാതൃകാപരമായ ഒരു വലിയ സാക്ഷ്യമായി മാറുകയും ചെയ്യും. അമ്മ പരിശുദ്ധ കന്യകമറിയവും യോസേപ്പ് പിതാവും ഒരേ തീരുമാനത്തിലേക്ക് വന്നപ്പോൾ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മാറിയത് കണ്ടോ? കുടുംബജീവിതത്തിൻ്റെ അടിത്തറയിൽ പരിശുദ്ധമായ ശക്തി കൊണ്ട് അത് ഉറപ്പിക്കുന്നത് കണ്ടോ? ഇത് നമ്മുടെ കുടുംബങ്ങളിൽ വരണം. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും നഷ്ടമാകുന്നില്ല. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നില്ല. ഒരാൾ തീരുമാനമെടുക്കും, അതവിടെ നടപ്പാക്കും. അരുത്, ഒരിക്കലും ചെയ്യരുത്. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം, ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയപ്പെടണം. അവിടെയാണ് കുടുംബ പശ്ചാത്തലം ഏറ്റവും ശോഭയുള്ളതായി തീരുക. അത് മാത്രമല്ല, ഈ കെടുകാര്യസ്ഥത മുഴുവൻ മാറും. അന്ധകാരത്തിന്റെ എല്ലാ പ്രവർത്തികളും മാറിപ്പോകും. കാരണം പരിശുദ്ധാത്മാവ് വസിക്കുന്നിടത്ത് അവന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ക്രമീകരണം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണം. കുടുംബത്തിൽ അപ്പനും അമ്മയും, അല്ലെങ്കിൽ മാതാവും പിതാവും, അതല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും ചേരുന്ന കുടുംബത്തിൽ ഇതിൻ്റെ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നിടത്താണ് ശത്രുവിനെ എതിർക്കുവാനുള്ള ആ വലിയ ധൈര്യം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിലാവും. നമുക്കറിയാം എത്ര കുടുംബങ്ങളിലാണ് ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ കിടക്കുന്നത്. വളരെ വിരളമാണ്. ഐക്യമില്ല, കരുതലില്ല, സ്നേഹമില്ല, പങ്കുവെപ്പില്ല, സൂക്ഷ്മതയോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല. മക്കൾ മക്കളുടെ വഴിയല്ലേ, അവരങ്ങനെ ജീവിക്കട്ടെ. അപ്പൻ അപ്പൻ്റെ വഴിയല്ലേ, അങ്ങനെ ജീവിക്കട്ടെ. അമ്മ അമ്മയുടെ വഴിയല്ലേ, അത് അങ്ങനെ ആയിക്കോട്ടെ. അരുത്, നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആകരുത്. നമ്മുടെ കുടുംബ സമാധാനത്തിന്റെ കുടുംബമാണ്. നീ ഒന്ന് സ്വപ്നം ഒന്ന് താണാൽ, നീ നിന്റെ ഭാര്യ ഒന്ന് ശ്രമിച്ചാൽ, നീ നിന്റെ ഭർത്താവിനൊന്ന് കീഴ്വഴങ്ങിയാൽ, നീ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല, നീ ഒന്നും എടുത്തുകൊണ്ട് പോകുന്നുമില്ല. നിന്റെ കുടുംബം ഐശ്വര്യം പ്രാപിക്കുക. നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വരും, പ്രവർത്തിക്കും. നീ അതെല്ലാം നിന്റെ സങ്കുചിതമായ ചിന്താഗതികളുണ്ടല്ലോ, നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന വിധത്തിലേക്ക് ദുരാത്മാവ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങും. നിനക്ക് ഐശ്വര്യം കാണാനുള്ള ഭാഗ്യമില്ലാതെ പോകും. നിന്റെ ഭവനത്തിലേക്ക് കൃപയൊഴുകുന്ന എല്ലാ അരുവികളും തടയപ്പെടും. പരിശുദ്ധന്മാരും വരങ്ങളും ഫലങ്ങളും ഒന്നും കടന്നു വരാതെ വഴിമാറി ഒഴുകുന്നത് കാണാം. അയൽപക്കത്തൊക്കെ അനുഗ്രഹം ഉണ്ടാകുന്നത് കാണും. നിങ്ങൾ സ്വന്തം കുടുംബത്തിൽ അന്തഃഛിദ്രത മാത്രമായി കണ്ടുകൊണ്ട് ജീവിതം പുലർത്തി തീർക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് പരിശുദ്ധ യോസേപ്പ് പിതാവ് കാണിച്ചു തരുന്ന വഴി ഇതാ. ഒരേ മനസ്സോടെ പോകാനുള്ള ആ ദൈർഘ്യമുള്ള കുടുംബജീവിതം, നിങ്ങൾ എത്തിച്ചേരേണ്ട അനുഗ്രഹീതമായ കുടുംബ ഭവനത്തിൻ്റെ ഐശ്വര്യമുള്ള ആ ഒരു രംഗം നിങ്ങൾ മറക്കരുത്. ദുഃഖമുള്ളിടത്തും സങ്കടമുള്ളിടത്തും ഒരു നല്ല ശുഭദിനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ജോസഫിനെയും മറിയത്തെയും ആ യാത്രയ്ക്ക് ശക്തിപ്പെടുത്തിയത്. ദുഃഖമുള്ളിടത്തും സങ്കടമുള്ളിടത്തും പരിദേവനമുള്ളിടത്തുമാണ് സന്തോഷത്തിൻ്റെ പൊൻവെളിച്ചമാകുന്ന ആ വെള്ളി നക്ഷത്രം ഉണ്ടാകുമെന്നുള്ള ബോധ്യം നമുക്ക് വേണം. മുൻകൂട്ടി കാണണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഈ ക്രിസ്തുമസ് ബുധനാഴ്ച വൈകിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ 25-ാം തീയതി നമ്മൾ മനസ്സ് തുറന്ന ദിവ്യകാരുണ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആഘോഷിക്കുമ്പോൾ, ഉണ്ണീശോയെ നിന്നെ ഉൾക്കൊള്ളാൻ തക്ക വിധം എൻ്റെ കുടുംബം സമാധാനത്തിൻ്റെ ഭവനമാക്കി പുൽക്കൂടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. സമാധാനത്തിൻ്റെ പുൽക്കൂടാകണം. ആരും ആരേക്കാൾ വലുതല്ല. എല്ലാവരും ഒരേ വിധം ഒന്ന് തല താഴ്ത്തിയാൽ, ഒന്ന് ശിരസ് വണങ്ങിയാൽ നിന്റെ ഭവനം പുൽക്കൂടാകും. നിന്റെ ഭവനം പുൽക്കൂടായെങ്കിൽ മാത്രമേ ഈശോ ചിരിക്കുകയുള്ളൂ. അല്ലാത്തടത്തൊന്നും ഈശോ ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളിടത്തേക്ക് ഈശോയ്ക്ക് കയറാൻ പറ്റില്ല. അവിടെ നിങ്ങളുടെ കുടുംബം അങ്ങനെ ഒന്ന് ക്രമീകരിക്കാൻ സ്വയം ഒന്ന് വിട്ടുകൊടുത്ത്, സ്വയം ഒന്ന് ക്ഷമിച്ച്, സ്വയം ഒന്ന് പങ്കുവെച്ച്, ഒന്ന് ദേഷ്യമൊന്ന് കുറച്ച്, നിന്റെ എല്ലാ ദേഷ്യ പ്രകടനങ്ങളെയും ഒന്ന് ഹരിച്ച്